മൈ ഡിയർ വ്യൂവേഴ്സ്, ത്രിബിൾ എയ്റ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നാണ്. എന്നാൽ നോക്കാം. ഡബിളാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ 3 of Wands ആണ്. 3 of Wands എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഒരു ഗോളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. 3 of Wands എന്ന് പറഞ്ഞാൽ ഒരു ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. ഒരു ഗോളിലേക്ക് കണ്ണും നട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഉറച്ച് തീരുമാനിച്ചിട്ടുണ്ട് ആ വ്യക്തി. അപ്പം ഇവിടെ മേജർ ആർക്കാന കാർഡ് തന്നെ 1, 2, 3, 4, 5, 6 മേജർ ആർക്കാന കാർഡ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു ബന്ധമാണിത്. ഇത് ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമാണിത്. എന്താന്ന് പറഞ്ഞാൽ മേജർ ആർക്കാന കാർഡ് തന്നെ 5, 6 വന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ 3 of Wands എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേഷനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ നേടണം. അത് ആ ഉറച്ച തീരുമാനത്തിലാണ് ആ വ്യക്തിയുള്ളത്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലാണ്. അപ്പം ആ വ്യക്തി അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ആ വ്യക്തിയുടെ ഫോക്കസ്. ആ ഫോക്കസിലേക്ക് ആ വ്യക്തി എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഉറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടീൻ്റെ വാക്ക് കേട്ടിട്ട് പോയിട്ടുണ്ട്. ചതി പറ്റിയിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഫസ്റ്റ് തന്നെ ഇവിടെ കാണുന്നത് കേട്ടോ. ഒറ്റ ലക്ഷ്യമാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അടുത്തത് 7 of Wands ആണ്. 7 of Wands എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ആ വ്യക്തി അതൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം. എന്താണ് ഇവിടെ ഇങ്ങോട്ട് തേർഡ് പാർട്ടീൻ്റെ കാർഡ് ഉണ്ട്. തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലാണ് ആ വ്യക്തി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട് ആ വ്യക്തി. അങ്ങനെ
സെപ്പറേറ്റ് ആയിട്ടുള്ള കാർഡാണ് ഇവിടെ കാണുന്നത്. അതാണ് ആ വ്യക്തി ഫസ്റ്റിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കണ്ണും നട്ട് ദൃഢനിശ്ചയം എടുത്ത് നിൽക്കുന്നതാണ്. അടുത്തത് 7 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇമോഷണലി സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. സാഹചര്യം എന്ത് തന്നെയായാലും അതിനെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ നേടും എന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത്. എന്ത് തന്നെ സാഹചര്യം ആയിക്കോട്ടെ, അതെല്ലാം മറികടന്ന് ഞാൻ നിന്നെ നേടുമെന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. സ്വയം ജീവിതത്തോടും എല്ലാറ്റിനോടും ഫൈറ്റ് ചെയ്ത് നേടാനുള്ള ഒരു പവറുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങളുമായിട്ട് വന്ന് ആ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഉറപ്പാണ്. അതായത് 7 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നേടും തന്നെയാണ്. നിങ്ങളുമായിട്ടിപ്പം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി വന്ന് നിങ്ങളോട് എന്തായാലും സംസാരിക്കും. 7 ഓഫ് വാണ്ട്സ് വന്നതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്തൊക്കെയോ ഒരു പോരാട്ടത്തിൻ്റെ നടുവിലാണ് ആ വ്യക്തി ഇപ്പം നിൽക്കുന്നത്. എന്താ വെച്ചാൽ തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലും എല്ലാം ആണല്ലോ. നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ഇത് റെസിനേറ്റ് ആവുക. ആ വ്യക്തി ഒരു പോരാട്ടത്തിൻ്റെ നടുവിൽ തന്നെയാണ്. ഒരു നിയന്ത്രണം വരുത്തി പോരാടുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിൽ അകന്നപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ ആ വ്യക്തിക്ക് ശരിയായിട്ട് മനസ്സിലായത്. ആ വ്യക്തിക്ക് അടുത്ത് നിന്നുള്ളപ്പം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സെപ്പറേറ്റ് ആയി അപ്പോഴാണ് ആ വ്യക്തിക്ക് ശരിയായിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിരിക്കുന്നത്. ഫസ്റ്റ് കാർഡ് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും നേടിയേ പറ്റും, നേടിയെടുക്കും ഞാൻ എന്ന ഉറച്ച തീരുമാനമാണ് അടുത്ത 7 ഓഫ് കാർഡിൽ കാണുന്നത്. അതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളില്ലാതായപ്പോൾ ആ വ്യക്തിക്ക് ശരിയായിട്ട് നിങ്ങളുടെ വില മനസ്സിലായി. നിങ്ങളില്ലാതെ എങ്ങനെയും പറ്റൂല, നിങ്ങൾ എന്തായാലും നേടിയെടുക്കണം എന്നുള്ള ദൃഢ നിശ്ചയത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് സ്ട്രെങ്ത്താണ്. ആ വ്യക്തിയുടെ ധൈര്യവും നിയന്ത്രണവും എല്ലാവിധ ആന്തരിക ശക്തിയുമായിരുന്നു നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഇല്ലാതായപ്പോഴാണ് ആ വ്യക്തിക്ക് അത് മനസ്സിലായത്. ആ വ്യക്തിയുടെ ആത്മവിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളില്ലാതിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാവിധ ശക്തിയും സ്വാധീന ശക്തിയും നിങ്ങൾ മാനസികമായ ധൈര്യവും കൂടിയായിരുന്നു ആ വ്യക്തിയുടേത് കേട്ടോ. നിങ്ങൾക്ക് ഇതുവരെ തരാത്ത എല്ലാ സ്നേഹവും നിങ്ങൾക്ക് തരണം എന്നാണ് ആ വ്യക്തി ഉറച്ച് തീരുമാനിച്ചിട്ട് ഫസ്റ്റ് കാർഡിൽ കണ്ടില്ലേ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. ഇതുവരെ തരാത്ത എല്ലാവിധ സ്നേഹവും തരണം. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിട്ടാണുള്ളത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മേജർ ആർക്കാന കാർഡാണ് 6 കാർഡ് വന്നിരിക്കുന്നത്. അപ്പം തന്നെ ഇത് ഒരു സാധാരണ ഒരു കണക്ഷൻ അല്ല. സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു കാരണമുണ്ടാകും. നിങ്ങൾക്ക് ഇതുവരെ തരാത്ത എന്തൊക്കെയുണ്ട് എല്ലാം തരണം എന്നാണ് ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നത്. നിങ്ങൾ മാറിപ്പോയപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് നിങ്ങൾ എത്ര വാല്യുബിൾ ആയിരുന്നു എന്ന്. ഈ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്, ആ മനസ്സുകൾ തമ്മിലുള്ള ബോണ്ടിങ് ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലായി. അത്രക്കും സ്ട്രെങ്ത്താണ്. ഉണ്ടായപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത്. ആ വ്യക്തിൻ്റെ ശക്തിയും എന്താ പറയണ്ടേ, എല്ലാവിധ ആ വ്യക്തിയുടെ നിയന്ത്രണവും നിങ്ങളുടെ കൈകളിലാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായി. ആ വ്യക്തിയുടെ ആഴത്തിലുള്ള ആ മനസ്സിനെ ശക്തമാക്കുന്നത് നിങ്ങളാണ്. മനസ്സിൻ്റെ ആ ശക്തം ഒരു ഇതില്ലേ, ഇമോഷണലി ബോണ്ടിങ് നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ആണ്, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ആർക്കും നിങ്ങളെ തകർക്കും മാനസികമായി. നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷേ നിങ്ങളെയിപ്പം ആ വ്യക്തി ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ട് തന്നെ പോകേണ്ടി വന്നിട്ടുണ്ട്, ഒരു സാഹചര്യമല്ലേ. പക്ഷേ മാനസികമായിട്ടുള്ള ബോണ്ടിങ് അതിശക്തമാണ്. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. ആർക്കും തകർക്കാൻ കഴിയില്ല. ആ വ്യക്തി നേടിയെടുത്ത് കൺട്രോളിൽ കൊണ്ടുവരാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് കേട്ടോ. ആ വ്യക്തി അത് കൺട്രോളിൽ കൊണ്ടുവരും. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. ആ വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതാണ് രണ്ടാമത്തെ കാർഡ് 7 ഓഫ് വാണ്ട്സ് പറയുന്നത്.
എന്തായാലും നേടിയെടുത്തേ പറ്റുള്ളൂ, ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളുടെ സെപ്പറേറ്റ് ആയപ്പോഴാണ് ആ വ്യക്തിക്ക് ശരിയായിട്ട് മനസ്സിലായത്. ഇത് എങ്ങനെയായാലും എനിക്ക് ഇല്ലാതെ പറ്റൂല എന്ന സത്യം ആ വ്യക്തിക്ക് മനസ്സിലായി. അടുത്തത് 5 ഓഫ് സോഡാണ്. 5 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആ വ്യക്തിയുടെ മനസ്സ്. ഒരു തേർഡ് പാർട്ടി കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്, സെപ്പറേറ്റ് ആക്കിയതും ഇങ്ങനെയെല്ലാം നടന്നത് എല്ലാം. എന്താ പറയുക, ആ വ്യക്തി തെറ്റായ തീരുമാനം എടുത്തുപോയി എന്നാണ് 5 ഓഫ് വൺസ് 5 ഓഫ് സോഡ് പറയുന്നത് കേട്ടോ. എനിക്ക് ചതി പറ്റിപ്പോയി, ഞാൻ എടുത്ത തീരുമാനം വളരെ തെറ്റായിപ്പോയി, അതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ട്, ചതി നടന്നിട്ടുണ്ട്. അതെല്ലാം ആ വ്യക്തി വളരെ കുറ്റബോധത്തോടു കൂടിയാണ് ആ വ്യക്തി അതെല്ലാം. ഒരു പോസിറ്റീവ് ചിന്തയായിരുന്നില്ല ആ സമയത്ത് ഉണ്ടായിരുന്നത്, എല്ലാം നെഗറ്റീവ് ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് തെറ്റായ തീരുമാനം എടുത്തുപോയത്. വ്യക്തമായ ഒരു കാരണം പറയാതെയാണ് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നത് ആ വ്യക്തി. അതാണ് ആ വ്യക്തി അതൊക്കെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. ആ വ്യക്തി ഒരു വ്യക്തമായ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, ഒന്നും പറയാതെ നിങ്ങളിൽ നിന്ന് പോയതാണ്. അതാണ് ആ വ്യക്തി പറയുന്നത്. സ്ട്രെങ്ത്താണ്, എൻ്റെ ശക്തിയായിരുന്നു, നീ ഇല്ലാതെ ആയപ്പോൾ എൻ്റെ എല്ലാം പോയി, എൻ്റെ സർവ്വതും നീ ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ വ്യക്തിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ലല്ലോ. അതാണ് ഇപ്പം നിങ്ങൾ പോയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എന്താണ് എനിക്ക് നഷ്ടമായത് എന്നുള്ളതിൻ്റെ ശരിയായ വാല്യൂ, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം ഇത്. അടുത്തത് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡാണ്. പേജ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് പെൻറ്റിക്കലാണ്. പേജ് ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്, നിങ്ങളിലേക്ക് മാത്രം കണ്ണും തട്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത് കേട്ടോ. സെപ്പറേറ്റ് ആയപ്പോഴാണ് എല്ലാം മനസ്സിലായത്, എന്താണ് ഞാൻ നഷ്ടമാക്കിയത്, തേർഡ് പാർട്ടീൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ എന്താണ് നഷ്ടമാക്കിയത് എന്നുള്ളത് ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലായി. പേജ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരേ ഫോക്കസാണ് നിങ്ങളിൽ തന്നെ. എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ നേടും, എന്ത് തേർഡ് പാർട്ടിയായാലും ആരെന്ത് എതിർത്താലും അതിലേക്ക് തന്നെ ആ വ്യക്തി എല്ലാവിധ ആ വ്യക്തിയുടെ ഊർജ്ജവും ആ വ്യക്തിയുടെ എല്ലാ ഇതും അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ വ്യക്തി അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഒരു നല്ല ബോണ്ടിങ്ങോടും കൂടെ ഒരു ഉറപ്പ് തന്ന് കൊണ്ടുവരണം. ആ വ്യക്തിയുടെ എല്ലാ ഊർജവും ഉപയോഗിച്ച് അതിലേക്ക് തന്നെ അത് നേടിയെടുത്ത് ഉറപ്പോടുകൂടെ നേടിയെടുക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് പേജ് പെൻറ്റിക്കൽ പറയുന്നത് കേട്ടോ. ആ വ്യക്തിയുടെ മാറി നിന്നപ്പം ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഇതെല്ലാം തേർഡ് പാർട്ടിയുടെ കളിയായിരുന്നു, നമ്മൾ തമ്മിൽ ഇങ്ങനെ പോകേണ്ടവരല്ല എന്നൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലായി കൊടുത്തു യൂണിവേഴ്സ് കേട്ടോ. ആ വ്യക്തി നിങ്ങളെ കൈകളിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, അത്രയ്ക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളാ ആ വ്യക്തി. ഇതെല്ലാം പറ്റിയത് പല സാഹചര്യങ്ങളും കൊണ്ട് പറ്റിപ്പോയതാണ്. അങ്ങനെ പറ്റുന്ന നിങ്ങൾ തമ്മിൽ അങ്ങനെ വേർപിരിയേണ്ടതല്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പം അടുത്തതാണ് 5 കപ്പ്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ദുഃഖിച്ചിരിക്കുന്ന 5 കപ്പ് പറയുന്നത് ദുഃഖത്തിൽ അങ്ങനെ ആഴ്ന്ന് ഓർത്തിരിക്കുകയാണ്. ആകെ തനിച്ചായിട്ട് ആരും കാണണ്ട, എനിക്ക് ഈ ദുഃഖത്തിൽ തന്നെ ആഴ്ന്നിറങ്ങി ഇതിൻ്റെ ആഴത്തിൽ ദുഃഖത്തിലും ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, അത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള എടുക്കുന്ന ഒരു ദുഃഖത്തിൻ്റെ ഒരു പ്രതീകമായി മാറിയിട്ട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെയാണ് അവിടെ കാണുന്നത് കേട്ടോ. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒന്ന് പറയുക പോലും ചെയ്യാത്ത പോയ ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ദുഃഖിക്കുന്നത്, ഒരു വാക്കുപോലും പറയാത്ത പോയതാണ്. അടുത്തതും അത് തന്നെ കാണിക്കുന്നത് 8 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ മൂവ് ഓൺ ആയി പോവോ, നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ, അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള എല്ലാ പേടിയുണ്ട് ആ വ്യക്തിക്ക്. അങ്ങനെ നിങ്ങളെ ചെയ്തു പോയതിൻ്റെ ഇതിൽ അങ്ങേയറ്റം പശ്ചാത്തപിക്കുമായിരുന്നു ആ വ്യക്തി ചെയ്യുന്നത്. ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയി പോവോ, നിങ്ങൾ വേറെ ആരെയൊക്കെ ആയി പോകുന്നുള്ള ഒരു മരവിച്ച അവസ്ഥയിൽ ഒറ്റപ്പെടാൻ ഫീൽ ചെയ്യുന്ന ആ വ്യക്തിക്ക് നിങ്ങളിൽ ആ വ്യക്തി രണ്ടും അത് തന്നെയാണ്. ആ രണ്ട് കപ്പും അത് തന്നെയാണ്, ടെൻഷനും ദുഃഖവും അനുഭവിക്കുന്നത്. നിങ്ങളിനി അങ്ങോട്ട് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമെന്നറിയില്ലല്ലോ. നിങ്ങളോടൊരു വാക്ക് പറയാതെ പോയതല്ലേ, ആരെന്ത് പറഞ്ഞാലും ഒന്നും അറിയിക്കാതെ പോയതാണ്. അപ്പം നിങ്ങളിനി എന്താണ്, നിങ്ങൾ ഗെറ്റ് ഔട്ട് അടിക്കുമെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ആ ടെൻഷനും നിങ്ങളെ കാണാത്ത ടെൻഷനും എല്ലാം കൂടിയാണ് ആ വ്യക്തി ഇപ്പം അനുഭവിക്കുന്നത്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്ക് അവനവനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത് ഹൈ പ്രീഷ്യസ് ആണ്. അത് പറയുന്നത് ഇൻറ്റ്യൂഷനിലൂടെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ വ്യക്തി കാണിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല ഇൻറ്റ്യൂഷന് ഇതിൽ നിങ്ങൾക്ക് എല്ലാം യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. ദിവ്യത്വമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തേർഡ് പാർട്ടീൻ്റെ കാര്യവും എല്ലാം അറിയാം. തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഏതെങ്കിലും തരത്തിൽ മുന്നിൽ നിങ്ങളെ ഇട്ട് തരുന്നുണ്ട്. അതായത് ദിവ്യത്വമുള്ളൊരു കാർഡാണ് ഇത്, ഹൈ പ്രീഷ്യസ്. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ യൂണിവേഴ്സ് തന്നെ പറഞ്ഞ് മുന്നിലിട്ട് തരും. എങ്ങനെയെങ്കിലും മുന്നിൽ നിങ്ങളെ പോകുന്നേയും വരുന്നേയും വഴിക്കായാലും നിങ്ങൾക്ക് ആ സത്യാവസ്ഥ എന്തായാലും നിങ്ങളിലേക്ക് കിട്ടിയിരിക്കും. അതായത് ദൈവികമായ ഒരു അറിവ് ഉണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ ഉത്തരവും ലഭിക്കുന്നുണ്ട്, സ്വപ്നങ്ങളിലൂടെയോ. യൂണിവേഴ്സ് എങ്ങനെയല്ലായിട്ട് ഒരു ദൈവികമായ ഒരു കാർഡാണ് ഹൈ പ്രീഷ്യസ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പം പ്രശ്നമൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി അത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് ആത്മീയ അറിവ് കിട്ടുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സ് ആ വ്യക്തിക്ക് ആത്മീയമായ അറിവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണ് എനിക്ക് തിരിച്ചറിവെല്ലാം വരുന്നത്. അത് മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ തന്നെ തീരുമാനമാണ്. അപ്പം പിന്നെ നമ്മളെ കൈകളിലല്ല, നിങ്ങളുടെ കൈകളിലല്ല ഇത്. അടുത്ത വന്നിരിക്കുന്നതും മേജർ ആർക്കാന കാർഡാണ്, ടവറാണ്. അപ്പോൾ ഇതെല്ലാം അവസാനിച്ചിട്ടൊരു പുതിയ തുടക്കം അട്ടിമറി സംഭവിക്കുകയാണ്. എല്ലാം അട്ടിമറി സംഭവിച്ച് സംഭവിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയും എല്ലാം കിട്ടിയിട്ടുണ്ട്. ദൈവികമായ ഇടപെടലാണിത്. ഇത് ദൈവികമായ ഇടപെടലാണെന്ന് വെച്ചാൽ എല്ലാം അധികം വന്നിരിക്കുന്നതും മേജർ ആർക്കാന കാർഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ദൈവികമായ ഇടപെടലാണ്. ടവർ വന്ന എല്ലാം ഒരു അടുത്തത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ലൊരു ലൈഫാണ്. യൂണിവേഴ്സ് തരുക ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് തന്നെ ആ വ്യക്തി വരുന്നുണ്ട്. അവരുടെ ജീവിതം തന്നെ മാറ്റി മറിച്ച് ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അന്നേരമാണ് ആ വ്യക്തിക്ക് എല്ലാം മനസ്സിലായത്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ. ആ വ്യക്തിക്ക് ഇപ്പം തിരിച്ചറിവ് ഹൈ പ്രീഷ്യസ് വന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എല്ലാ തിരിച്ചറിവും യൂണിവേഴ്സ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് ആ വ്യക്തിക്ക് എന്തായിരുന്നു സംഭവിച്ചതെന്നുള്ള തിരിച്ചറിവ്. ആ വ്യക്തിക്ക് ആദ്യം കണ്ണു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അടുത്തത് വന്നിരിക്കുന്നത് ഹൈറോഫൻ്റാണ്. പാരമ്പര്യമായിട്ട് എല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിട്ട്, അതും മേജർ ആർക്കാന കാർഡാണ്. പവിത്രമായൊരു സാന്നിധ്യം. ആ വ്യക്തി ഒരറിവ് കൈമാറുന്ന അറിവിൻ്റെ എല്ലാം പകരാൻ കൽപ്പുള്ളൊരു വ്യക്തിയാണ്. ഇതൊരു മാരേജിലേക്ക് എത്തുന്നൊരു കാർഡ് കൂടിയാണ് കേട്ടോ. ഈ ഹൈറോഫൻ്റ് എന്ന് പറഞ്ഞാൽ മാരേജിൽ എത്തിക്കും എന്ന് യൂണിവേഴ്സ് ഉറപ്പ് തരുന്നൊരു കാർഡാണ്. ദൈവവിശ്വാസം, സ്പിരിച്വൽ രണ്ടുപേരും സ്പിരിച്വലായിട്ട് അടുക്കുകയാണ്. ഈ സെപ്പറേറ്റ് വന്നത് കൊണ്ട് എന്താ വെച്ചാൽ ഹൈറോഫൻ്റ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായിട്ട് ഒരു ബന്ധം വരുന്ന ഒരു കാർഡാണ്. നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം വളരെ ശക്തമാണ്.
സോൾ കണക്ഷനാണ്. അതെല്ലാം ഈ ഹൈറോഫന്റ് പറയുന്നുണ്ട്. ഒരു പഴക്കം ചെന്ന ബന്ധമാണ് നിങ്ങൾ തമ്മിൽ. വിവാഹബന്ധത്തിൽ നല്ലൊരു ഗ്രോത്ത് വരും എന്നെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഹൈറോഫന്റ് വന്നത് കാരണം തന്നെ നിങ്ങൾ തമ്മിൽ എന്തായാലും കൂടിച്ചേരും, നല്ലൊരു ജീവിതം കിട്ടുന്ന തന്നെയാണ് ഹൈറോഫന്റ് പറയുന്നത് കേട്ടോ. ടവർ വന്ന് എല്ലാം ഒന്ന് അടിമുടി മാറി എല്ലാം ഇതായതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ നല്ലൊരു ഇതിലേക്ക് പോകുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ആണ്. നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വെരി എന്നാ പറയണ്ടേ, അത്രയ്ക്കിഷ്ടമാണ്, അത്രയ്ക്കിഷ്ടത്തോടു കൂടെ നിങ്ങളിലേക്ക് വരുവാണ്. നിങ്ങളിലേക്ക് എല്ലാവിധ ഇഷ്ടവും കൊണ്ട് നിങ്ങൾക്കൊരു വാക്ക് തന്ന ഇനി ഒരിക്കലും വിട്ടുപോവില്ല എന്നുള്ള ദൃഢമായ ഉറപ്പ് തരാൻ വേണ്ടിയിട്ട് വരികയാണ് നൈറ്റ് വൺസ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഏത് പാർട്ടി തേർഡ് പാർട്ടി വന്ന് പറഞ്ഞാലും നിങ്ങളെ ഇനി ഒരിക്കലും അവിശ്വസിക്കില്ല. ഒരു വാക്ക് തന്നാൽ ഇനി അത് ഒരിക്കലും ആ വാക്ക് മാറൂല എന്നുള്ള ഉറപ്പുമായിട്ടാണ് ആ നൈറ്റ് വൺസ് വരുന്നത് കേട്ടോ. ഒരു പുതിയ തുടക്കത്തിലേക്ക് ആ വ്യക്തി അത്രയും എല്ലാ തരത്തിലും ആ വ്യക്തി പഠിച്ച് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനും കൂട്ടി വരാനാണ് ആ വ്യക്തി വരുന്നത്. ഒരു പുതിയ വഴിയാണ് ഈ ടവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തുറന്ന് തന്നിരിക്കുന്നത് കേട്ടോ. അത്രക്കും നല്ലൊരു ലൈഫിലേക്ക് ആ വ്യക്തി മറ്റാര് പറയുന്നത് എനിക്ക് കേൾക്കില്ല എന്നുള്ള ഉറച്ച വാക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തി ലൈഫിൽ നിന്നത് പഠിച്ചു എന്താണ് സംഭവിച്ചെന്നുള്ളത്. അത്രയും നിങ്ങളില്ലാത്ത സമയത്ത് ആ വ്യക്തി അനുഭവിച്ചു എന്നുള്ളതാണ്. അടുത്തത് ഹെർമിറ്റാണ്. സംഭവിച്ച കാര്യത്തെപ്പറ്റി അത്രയും മനസ്സിലാക്കുക, ഡീപ്പായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ തെറ്റിച്ചത്, ഏകാന്തതയിൽ ഇരുന്നിട്ട് അത്രക്ക് വിജ്ഞാനം, അറിവ്, എന്തൊക്കെ സംഭവിച്ചു, എന്താ സത്യാവസ്ഥ കണ്ടുപിടിക്കുന്ന ഒരു കാർഡാണ് ഹെർമിറ്റ് കേട്ടോ. വിചാരിക്കാത്ത കാര്യമാണ് നടന്നത്, ഒരിക്കലും സംഭവിക്കാൻ മനസ്സിൽ ഓർക്കാത്ത കാര്യം എല്ലാം തെറ്റായിപ്പോയി, തീരുമാനങ്ങൾ എടുത്തതൊക്കെ തെറ്റായിപ്പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നാ പറയണ്ട, ടെൻഷനും ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന ഒരു കാർഡാണ്. അടുത്തത് ഡബിൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഡബിളിൽ പെട്ടുപോയി ആ വ്യക്തി കേട്ടോ. ആ വ്യക്തിയായ തേർഡ് പാർട്ടീൻ്റെ മായിക വലയത്തിൽപ്പെട്ടിട്ട് ആ വ്യക്തി വല്ലാത്ത അനുഭവിച്ചു, ഒരുപാട് ആ വ്യക്തി അനുഭവിച്ചു കേട്ടോ. ആ വ്യക്തിനെ കൊണ്ട് എന്തൊക്കെ എല്ലാ വിധത്തിലും ആ വ്യക്തിനെ നരകിപ്പിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി. ഡബിളിൻ്റെ ഇതിൽ പെട്ടുപോയൊരു വ്യക്തിയാണ് കേട്ടോ. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുകയേ ഇല്ല എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് നൈറ്റ് ഓഫ് വൺസ് വരുന്നത്. ഉറച്ച തീരുമാനമായിട്ട്, നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്നാണ് ഈ നൈറ്റ് വൺസ് പറയുന്നത്. ഒരിക്കലും നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള ഉറച്ച വാക്ക് നിങ്ങൾക്ക് തരാൻ വരുന്നതാണ് നൈറ്റ് വൺസ്. ഒരു കാർഡും കൂടി കേട്ടോക്കട്ടെ. അതും മേജർ ആർക്കാന കാർഡാണ് കേട്ടോ. ജഡ്ജ്മെൻറ്റ് എല്ലാം വന്നിരിക്കുന്നത് ഇതാണ്. എത്ര കാർഡാണ്? 7 കാർഡ് കേട്ടോ. അപ്പോൾ ഇതൊരു സാധാരണ ബന്ധമല്ല. നിങ്ങളെ തെറ്റിച്ചതും എല്ലാം ഒരു മേജർ ആർക്കാന കാർഡുകൾ തന്നെ എത്ര എണ്ണം വന്നേ? 8 എണ്ണം. അപ്പം ജഡ്ജ്മെൻറ്റാണ് അടുത്ത് വന്നിരിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുനർജന്മമാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നേരിട്ടിട്ട് ഒരു പുനർജന്മമാണ്. നിങ്ങൾക്ക് തമാമിൽ ഇല്ലാതെ പറ്റില്ല കേട്ടോ. ഇത് യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത കണ്ടല്ലേ, ഇതാ യൂണിവേഴ്സിൻ്റെ തന്നെ ജഡ്ജ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ടൊരു പുതിയൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതെല്ലാം കർമ്മവുമായിട്ടുള്ളയും എല്ലാമായിട്ടുള്ള മേജർ ആർക്കാന കാർഡുകളല്ലേ. 5 എണ്ണം എത്ര? 1 2 3 4 5 6 7 കാർഡാണ് മേജർ ആർക്കാന വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കർമ്മഫലവുമായിട്ടും എല്ലാം കൂടി വന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി സമാധാനമായിട്ട് നല്ലൊരു ജീവിതം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിലേക്കൂടെ നിങ്ങൾക്ക് ഈ ബന്ധത്തിൻ്റെ എല്ലാ കാര്യം ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് നിങ്ങളെ 2 പേർക്കും നല്ലൊരു പുതിയൊരു ബിഗിനിങ്, ഇതെല്ലാം മറന്നിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് സന്തോഷമായി ജീവിക്കാനാണ്
ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ടോപ്പിക്ക്. ഒരിക്കലും പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബന്ധമാണെന്നുള്ളത് മനസ്സിലാക്കി തരുവാണ് ഈ ജഡ്ജ്മെൻറ്റിലൂടെ യൂണിവേഴ്സ്. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളില്ലാതെ പറ്റില്ല. ആ വ്യക്തി അത്രക്ക് പഠിപ്പെത്തിയിട്ട് വരുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളതിൻ്റെ ശരിയായ ഇത് യൂണിവേഴ്സ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടിട്ട് ആ വ്യക്തി പോയിട്ടുണ്ട്. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഡെവിളുണ്ടല്ലോ, ഡെവിൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിനെ ഇട്ടാന്ന് വരപ്പിക്കുന്ന ഡെവിളിന് പെട്ടുപോയ വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡെവിൾ എന്ന് പറഞ്ഞാൽ ഒരു മായിക ലോകത്ത് പെടുത്തിയിട്ടാണ് നിങ്ങളിൽ നിന്നും ആ വ്യക്തിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ വ്യക്തി വരുന്നത്. I feel you even though we are apart. നമ്മൾ വേർപിരിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരും. I feel you leaving me behind. നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. You come closer than anyone. മറ്റാരേക്കാളും എൻ്റെ ക്ലോസ് നീ മാത്രമാണ്.